ചങ്ങായിമാരെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ കാണുന്ന മക്കൾ ഒരു വെറൈറ്റി വ്ളോഗാണ് കേട്ടോ. ഒരു കിടിലൻ വ്ളോഗാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല, കണ്ടുനോക്കിക്കോ. എന്റെ തല ഈ ഹെൽമെറ്റും തമ്മിൽ 1.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. തല ചെറുതായത് ഇപ്പൊ ഹെൽമെറ്റിന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ആശ്രയിച്ച് ഇങ്ങനെ പോകുമ്പോൾ മഴ കാണാൻ പറ്റാത്ത മഴ എവിടെ കയറി നിൽക്കുന്നു ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേ കുറെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എന്നറിയാം വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഞാനും കയറി ചെന്നു. കുറെ വെട്ടം കണ്ടപ്പോൾ ഞാൻ വെച്ച് വല്ല പള്ളി പെരുന്നാൾ വയ്ക്കുന്നു. പക്ഷെ എല്ലാവരും കഴിച്ച് കല്യാണമായിരുന്നു. അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും കയറാൻ പറ്റാത്ത തിരക്ക്. അപ്പൊ വെളി ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടറായിട്ടാണ് ബോസ്റ്റർ ചിക്കൻ ഒക്കെ കൊടുത്തിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് സോസ് കൂട്ടി അത് ഇങ്ങനെ കഴിച്ചോണ്ട് വന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നോടായിട്ട് സംസാരിക്കില്ല. കാരണം എന്റെ ബന്ധക്കാരെ സ്വന്തക്കാരല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു സുന്ദരി ചേച്ചിയായിരുന്നു ഗൈസ്. വളരെ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്നെ വിളിക്കാത്ത കല്യാണമായതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് കഴിച്ചേച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. കഴിച്ച സ്ഥിതിക്ക് പറയാതിരിക്കാൻ പോയി. നല്ല കിണ്ണം കാച്ച ഫുഡായിരുന്നു ഗൈസ്. അതിന്റെ നെയ്യ് പോലും പോയില്ല. ഞാൻ പിന്നെ 2-3 വട്ടം കഴിയിട്ടാണ് നെയ്യ് പോയത്. അങ്ങനെ ഡെസേർട്ടായിട്ട് വല്ല കേക്കോ ഐസ്ക്രീമോ ഉണ്ടെന്ന് നോക്കാൻ ചെന്നപ്പോൾ ദാണ്ട്ര വെറ്റെല്ലാം മുറുക്കിയുമാർ എന്തൊക്കെയോ കാണിക്കും. ഇത് സ്വീറ്റാ ചേച്ചി കഴിച്ചോന്ന് പറഞ്ഞ തീയൊക്കെ കൊളുത്തി വായിക്കാത്തോട്ട് വെച്ചെന്ന്. തല ഇറങ്ങി വീണ അറിയാവുന്ന ആൾ പോലും എടുത്തോണ്ട് പോകാൻ നോക്കി. ഞാനിങ്ങനെ വിഷമിച്ച് അവസാനം ഞാനത് കഴിച്ചേച്ച് നേരെ കൊണ്ട് തുപ്പിക്കളഞ്ഞു. അപ്പം ചാച്ചൻ എന്നെ വിളിയോടെ നീ എവിടെ വേഗം വരുന്നില്ലേ മഴയായെന്നും ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോകുന്ന വഴി പിന്നെ മഴയായിരുന്നു. എന്നാലും സാരമില്ല, പോയാലേ പറ്റുള്ളൂ. പോകുന്ന വഴി എനിക്ക് എന്റെ ചൊവ്വ ഇങ്ങനെ വായിക്കാത്ത വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഫോണിൽ കൂടെ ചാച്ചൻ എന്നോട് പറഞ്ഞ ചാൾസ് ശോഭരാജ് പോലും നിന്റെ ഈ ധൈര്യം കണ്ടിട്ടില്ല, വേഗം വീട്ടിൽ വന്ന് നാട്ടുകാരെ തല്ലിക്കൊല്ലുന്നതെന്ന്. അങ്ങനെ ഞാൻ ചാച്ചനെ വന്ന് കൈ മണപ്പിച്ച്. ചാച്ചൻ പറഞ്ഞ മട്ടൻ ബിരിയാണിയാണ്. ഞാൻ കൈ മണപ്പിച്ചപ്പോ പറഞ്ഞു പോത്ത് ബിരിയാണിയാണ്. അപ്പൊ ഞാൻ എന്താ കഴിച്ചെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക ഗൈസ്.